കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളെ കലിപ്പ് തീരണില്ലല്ലേ. പാണ്ടി വേണം പാട്ടും കൂത്തും പക്കവാദ്യ തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. പാണ്ടി വേണം പാട്ടും കൂത്തും പക്കവാദ്യ തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. അടിപൊളി ചിങ്കമാണെടാ അയ്യാസാമി, അടിപൊളി ചിങ്കമാണെടാ അയ്യാസാമി. കുടമണിയാട്ടിയോടും മാട്ടുകൂട്ടം മക്കം പക്കം. പാണ്ടിമേളം പാട്ടും കൂത്തും പക്കവാദ്യ തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. പാണ്ടിമേളം പാട്ടും കൂത്തും പക്കവാദ്യ തപ്പും തകിലും നാട്ടുകൂട്ടം കൊട്ടിപ്പാടുന്നേ. പുലിയെ വിളിച്ചിട്ടുണ്ടോ? ഇല്ല, കിട്ടിയാ വയ്ക്കാം. ആചാരപടിക്ക് ബെസ്റ്റ്. ആ കേസ് ഞാൻ തീർപ്പാക്കിയതാണ്. ഇരുമ്പാണി തട്ടി മുളയാണി വെച്ച് പൊൻകാരം കൊണ്ട് ചുരിക വിളക്കാൻ കൊല്ലന് 16 പണം കൊടുത്തവൻ ചന്തു. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണല് കയറ്റി വിടല്ലേ. ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ തോൾ ആത്മാവ് IAS അക്കാദമി വർഷാവർഷം അടവച്ച് വിരിച്ചെടുക്കുന്ന നിന്നെ പോലുള്ള സ്നോബുകൾക്ക് ഈ ആത്മാവ് തൊട്ടറിയാൻ എന്തുണ്ടാവണം? വിളിച്ചുണ്ടാവണം, തിരിച്ചുണ്ടാവണം. ഒരു യവം പുലിയല്ല. പുലി എന്ന് പറഞ്ഞാൽ വെറും പുലിയല്ല, ഒരു സിംഹം. പിന്നെ ബാലഗോപാലൻ സാറേ, I will hunt you down. നിന്നെ വേട്ടയാടി പിടിക്കും. നായിൻ മകനെ, നായിന്റെ പട്ടി മോനെ. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമാണ്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സമയം. ഞങ്ങളുടെ അമ്മയറിയും പേര് ടീച്ചറിന്റെ കൊലപാതകത്തിന്റെ ഒരു സാക്ഷി ഇവിടെ ഉണ്ട്. അത് നിന്റെ ബാപ്പായോ മച്ചാനോ ആണെങ്കിൽ ടീച്ചറിന്റെ മകൻ ബിലാല് വന്നിട്ടുണ്ടെന്ന് പറയോ. അവനെ കിട്ടാതെ ബിലാലി കളം വിടുന്ന പ്രശ്നമില്ല. അപ്പൊ നേരം കളയാണ്ട് അടുത്ത മഴയ്ക്ക് മുമ്പ് എല്ലാരും അവനവന്റെ കൂരയ്ക്ക് പോയി ചേരി എല്ലാരും പിരിഞ്ഞു പോയി. നമ്മളുടെ സ്വന്തം എന്ന് അഹങ്കാരത്തോടെ അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്ന നമ്മളുടെ സ്വന്തം മമ്മൂക്ക is also യെസ്. ഇത്രയും മുഖംമൂടികളെ കണ്ടപ്പോൾ ഞാൻ തന്നെ വിചാരിച്ചതിൽ ഞാൻ ഏതാ ഒറിജിനലെന്ന്. എന്നെപ്പോലെ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. സന്തോഷം. ഈ സായാഹ്നം കൈരളിയുടെ 25 വർഷത്തെ യാത്രയുടെ ആഘോഷമാണ്. കൈരളി ഒരാശയമാണ്, കേരളത്തിലെ ജനങ്ങളുടെ ആഗ്രഹമാണ്, അവരുടെ വികാരമാണ്, അവരുടെ ചിന്തകളാണ്. ഇത് മറ്റൊരു ചാനൽ ആയിരുന്നില്ല അന്നും എന്നും എന്നും വേറിട്ടൊരു ചാനലാണ്. വേറിട്ട് ചിന്തിക്കുന്ന, വേറിട്ട കാഴ്ചകളുള്ള, കാഴ്ചപ്പാടുകളുള്ള വാർത്താ മാധ്യമമാണ് കൈരളി. ഇതിൻ്റെ 25ാം വാർഷികം അബുദാബിയിലോ അതുപോലെ ഏതെങ്കിലും UAE രാജ്യത്ത് വെച്ച് നടത്തണമെന്നുള്ളൊരു ആഗ്രഹത്തിന് പിന്നിൽ ഒരു സ്വാർത്ഥതയുണ്ട്. കേരളം വിട്ടാൽ ഏറ്റവും കൂടുതൽ മലയാളികളുള്ളത് ലോകത്തിൻ്റെ ഈ ഭാഗത്താണ്. അതുകൊണ്ട്
കേരളത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അബുദാബി. അതുകൊണ്ട് അബുദാബിയിൽ വെച്ചാണ് ഈ പരിപാടികൾ നടത്തുന്നതെങ്കിലും ഇത് കേരളത്തിൽ വെച്ചാണ് നടക്കുന്നതെന്നാണ് ഞങ്ങളുടെയും നിങ്ങളുടെയും എല്ലാവരുടെയും വിശ്വാസം.